ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ തോരനോ ഉപ്പേരിയോ ഡ്രൈ ആയിട്ടുള്ള സബ്ജികളോ ഒക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കില്ലേ? അങ്ങനെയുള്ള കുറച്ച് ഡ്രൈ സബ്ജീസിൻ്റെയും തോരൻ്റെയും ഉപ്പേരിയുടെയൊക്കെ റെസിപ്പിയാണ് ഇന്ന്. ചില സ്ഥലത്ത് ഉപ്പേരി എന്ന് പറയും, ചില സ്ഥലത്ത് തോരൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റെസിപ്പീസാണ് ഇന്ന്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കാം. ആദ്യത്തെ ഐറ്റം ഒരു കോവയ്ക്ക കൊണ്ടുള്ള ഉപ്പേരി ആയിക്കോട്ടെ അല്ലേ. ഉപ്പേരി എന്നാണ് പാലക്കാടുകാരൊക്കെ വിളിക്കുക കേട്ടോ. നമ്മളിതിൽ തേങ്ങയൊന്നും ചേർത്തില്ലെങ്കിൽ അതിന് ഉപ്പേരി എന്ന് വിളിക്കാം. ഇതൊരു ടിൻഡ്ലി ഫ്രൈ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ചപ്പാത്തിക്ക് നന്നായിരിക്കും. അതിനായിട്ട് നീളത്തിൽ ഇതുപോലെ കനം അധികമില്ലാതെ കോവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, കുറച്ച് ഉപ്പിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ കൈകൊണ്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് യോജിപ്പിക്കണം. നന്നായി അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ പിടിക്കണം കേട്ടോ. അതിനായിട്ടുള്ള മുളകും ഉപ്പും കയ്യിലിട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട, നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇനി ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ പൊതുവെ ഉള്ളിയിട്ട് കഴിഞ്ഞാൽ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇത് കുട്ടികൾ വരെ കഴിക്കും. അങ്ങനത്തെ ഒരു ടേസ്റ്റുകളാണ്. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക് ഇട്ട് കൊടുത്ത് നന്നായി ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു വേവുന്നവരെ അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ വേവ് കിട്ടും. ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട്. ഇതിൽ ഉപ്പും മുളകും ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പിയും കൂടി ആയിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ എത്ര പെട്ടെന്നാണ് ഒരു ഉപ്പേരി ഉണ്ടായതെന്ന്. ഇത് കണ്ടോ, ഒരു ഭാഗമൊക്കെ ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല എടുത്തെടുത്ത് കഴിക്കും കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. ഇനി നമുക്ക് അടുത്ത ഉപ്പേരി എന്താണെന്ന് നോക്കാം. ഇനി അടുത്തതൊരു ഗാർലിക് പൊട്ടറ്റോ ആണ് കേട്ടോ. വളരെ ഈസിയും ടേസ്റ്റിയുമാണ് ഈ ഗാർലിക് പൊട്ടറ്റോ. ഇത് 2 in 1 എന്ന് വിളിക്കാം. വേണമെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഇതിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഗാർലിക് ചെറുതായി അരിഞ്ഞത്, അതിനെ നന്നായി ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചെറിയ ചെറിയ ക്യൂബുകളാക്കി കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ആണ്. ഇത് വേവിക്കാത്ത പൊട്ടറ്റോ ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ക്യൂബാക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി വേവാനുള്ള ഈസി ആയിട്ട് വേവുകയും ചെയ്യും. ഇതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ചിടണേ. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ലഞ്ചിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അധികം മസാലകളൊന്നും ഞങ്ങളിവിടെ ചേർക്കാറില്ല കേട്ടോ. ഇനി ഇതിനെ നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ഇത് കുക്കാവട്ടെ. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കുക്കായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് തുറന്ന് കുറച്ച് നേരം വെക്കണം. അതിന് മുമ്പായിട്ട് ഇതിൽ ചെറിയ ഫ്ലേവറിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാം. കുറച്ച് പിങ്ക് സോൾട്ട് കേട്ടോ. കുറച്ച് സ്പ്രിങ്കിൾ ചെയ്താൽ മതി പിങ്ക് സോൾട്ട്. അതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. ഒരു കുറച്ച് നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും രണ്ടും കൂടി ആകുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ പൊട്ടറ്റോന് കിട്ടും. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലിടണം. എന്നിട്ട് ഇതിനെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ തന്നെ താഴ്ഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുകയും കൂടി ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടോ, നല്ല ക്രിസ്പിയായി. എന്നാൽ നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലാതെ തന്നെ നമ്മൾ സാൻഡ്വിച്ചിൽ ബ്രെഡിനുള്ളിൽ ഫില്ല് ചെയ്ത് കഴിക്കാനും സൂപ്പർ കോമ്പിനേഷനാണ്. കേർഡ് റൈസിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഈ റെസിപ്പി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അടുത്തത് ഒരു ബീൻസ് കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. കറി എന്നോ തോരനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. വീട്ടിൽ ഒരു വെജിറ്റബിളേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം നമുക്ക് ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതൊന്ന് നന്നായി തിളച്ചൊന്ന് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് 1 കപ്പ് ബീൻസ് ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ് ഇടുന്നത്. ഇതിന് പകരം ബീൻസിന് പകരം നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് വേവിക്കാം.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബീൻസ് ഒരുപാട് കുക്കാവരുത് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങ, ചെറിയ ജാറിൽ അരയ്ക്കാൻ പറ്റുന്ന തേങ്ങ മതി കേട്ടോ, ഒരു 3 പച്ചമുളക്, ഒരു 8 ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, ഒരുപാട് അരയരുത് കേട്ടോ. ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബീൻസൊക്കെ വെന്തിട്ടുണ്ട്. ബീൻസൊക്കെ വേവുമ്പോൾ കുറച്ചൊരു കടിക്കുന്ന ടേസ്റ്റിലിരിക്കണം, അല്ലാതെ വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. ഇപ്പം അതിലൊട്ടും വെള്ളമില്ല, വെള്ളമൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചുവന്നുള്ളിയും ഒക്കെ കൂടിയുള്ള ആ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇതിലുള്ള പച്ചമുളകിന് എരിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 3 ഇട്ടത്. നിങ്ങൾക്ക് എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ചുവന്നുള്ളി ഇടരുത്, അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരെ വേണ്ടു. നമുക്കിത് ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് 1 ടീസ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ തൂവിയിട്ടുണ്ട്. അതിനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ വെളിച്ചെണ്ണ തൂവിക്കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ എന്തൊരു ഫ്ലേവർ അറിയോ, ആ പച്ചമുളകിൻ്റെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ കൂടി ആ ബീൻസിൽ നല്ലവണ്ണമായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ഒരു ബീട്രൂട്ട് കൊണ്ടുള്ള തോരനാണ് കേട്ടോ, വളരെ എളുപ്പം ടേസ്റ്റിയും. അപ്പോൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 ടീസ്പൂണോളം എണ്ണ മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ, കടുക് പൊട്ടിക്കാനുള്ളത്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് കടുകൊന്ന് ഇനി നമുക്ക് പൊട്ടിക്കാം. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കടലപ്പരിപ്പ് ഈ ബീട്രൂട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. 2 ചുവന്ന മുളകിനെയും കൂടി പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. ഈ മുളകിനൊക്കെ കുറച്ച് എരിവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ തോരനിൽ മുളക് പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കാം. ആ കളറൊക്കെ മാറണം നമ്മുടെ കടലപ്പരിപ്പിൻ്റെ. ഇപ്പം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ ഒനിയൻ, ഒരു 1/2 കപ്പ് ഒനിയൻ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഭയങ്കര ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയ പച്ചമുളകിനെയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനെ ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതാ നന്നായി സോട്ടഡായി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വലിയ പീസായിട്ടാണ് ബീട്രൂട്ട് അരിയുന്നതെങ്കിൽ അതിനെ ഒന്ന് വേവിച്ചിട്ട് ഇതിന് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പൊടിയായി അരിഞ്ഞുകൊണ്ട് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് തുറന്ന് വെക്കാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ഔട്ടായി കിട്ടുകയും ചെയ്യും, ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചതച്ച മുളകിട്ടതിൻ്റെ ഒരു ഫീലും നമുക്ക് കിട്ടും. ഉള്ളിയും ചതച്ച മുളകും ഒക്കെ ആയിട്ടൊരു ഫീല്. അപ്പോൾ ഇതായിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് തോരൻ. തേങ്ങയൊന്നും ഇതിലിടുന്നില്ല. അടുത്ത തോരനിൽ ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെച്ച് തുറന്നപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ബീട്രൂട്ട് തോരൻ നമുക്ക് റെഡി. ഇനി അടുത്ത തോരൻ ഉണ്ടാക്കാം. അതിനി അമരക്കത്തോണ്ടുള്ള തോരനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അമരക്കത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇതേമാതിരി ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 3 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള അമരക്കയും കൂടി ഇട്ട് കൊടുക്കാം. അമരക്കയ്ക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇതിൽ വേവിക്കാൻ പറ്റില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിനെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവാനുള്ള വെള്ളം മാത്രം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ പെട്ടെന്ന് ഇതായി സോഗിയായി പോവാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുടിക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വറുത്തിടാനുള്ളത് റെഡിയാക്കാം. അതിനായിട്ടേക്ക് തന്നെ 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഒരു 2 ചുവന്ന മുളകിനെ ഒന്ന് വറുത്തെടുക്കണം. മുളകൊന്ന് ചൂടാവണം കേട്ടോ, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒനിയൻ ഇല്ലെങ്കിൽ നമുക്ക് നല്ല നാടൻ ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. പച്ചമണം ഒന്ന് മാറുകയേ വേണ്ടൂ, ഒരുപാട് ഗോൾഡൻ ആവണ്ട. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ. ആ തേങ്ങയിലുള്ള
വെള്ളത്തിൻ്റെ അംശം ഒന്ന് ചെറുതായിട്ടൊന്ന് പോകാൻ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് പോസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇത് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. കടുക് നന്നായി പൊട്ടണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 4 കരിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മൾ ആ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടി ഒന്നിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ, അത് അധികം ആവാനൊന്നും പാടില്ല. ആ തേങ്ങയിൽ ജസ്റ്റ് ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു ഫ്ലേവറും കടുകും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമരക്കയും വെന്ത് നന്നായി പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇല്ല ഒട്ടും, കണ്ടോ നല്ല ഡ്രൈ ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കടുകും തേങ്ങയൊക്കെ ഉള്ള കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ തേങ്ങ കുറച്ച് ഡ്രൈ ആയി കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി വരും നമ്മുടെ ഈ അമരക്കറിക്ക്. അമരക്ക തന്നെ വേണമെന്നില്ല കേട്ടോ, പൊതിച്ചോറിൽ ഏത് തോരൻ വേണമെങ്കിലും നിങ്ങൾക്കിടാം. രണ്ടും 2 വ്യത്യസ്തമായ തോരൻ ഉണ്ടാക്കിയെന്ന് മാത്രം. ഇന്നത്തെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.